നമസ്കാരം, ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വിമൻ ഓൺ ദ മൂവിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഒരു അടിപൊളി ഡാൻസറാണുള്ളത്, അതും ക്ലാസിക്കൽ ഡാൻസർ ഉമ ഗോവിന്ദ്. ഒരു ഭരതനാട്യം ഡാൻസർ മാത്രമല്ല, ഒരു അടിപൊളി പേഴ്സണാലിറ്റിക്ക് ഉടമ കൂടെയാണ് ഇന്ന് എന്നോടൊപ്പമുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റ് ഉമ ഗോവിന്ദ്. സ്വാഗതം വിമൻ ഓൺ ദ മൂവിലേക്ക്. അപ്പോൾ ഒരു ഡാൻസറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും സത്യം പറഞ്ഞാൽ ഫേസിൽ അങ്ങനെ തന്നെയുണ്ട്. നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ ഡാൻസർ അല്ലേ നമ്മൾ ചോദിക്കില്ലേ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതും ഒരു ക്ലാസിക്കൽ ഡാൻസർ, വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഭരതനാട്യം തന്നെയാണോ സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല, ഭരതനാട്യം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ കുഞ്ഞുനാൾ മുതൽ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത്? ഡാൻസ് ഞാൻ വീട്ടിൽ തന്നെ കളിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ പാരൻസ് എനിക്ക് ഡാൻസിൽ താല്പര്യം ഉണ്ടാകും എന്ന് കരുതി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന മെയിൻ കാര്യങ്ങളാണ് എൻ്റെ ഫാമിലി, അതേപോലെ തന്നെ എൻ്റെ ഗുരു. അപ്പം ഞാൻ ഗുരു ശ്രീമതി വി മൈഥിലിയുടെ സ്റ്റുഡൻ്റാണ്. ടീച്ചർ പാൽക്കുളങ്ങര മിഥിലാലയ ഡാൻസ് അക്കാഡമിയാണ് ഡാൻസ് ഒരുപാട് അനേകം കുട്ടികളെ 3000-ലധികം കുട്ടികളെ പഠിപ്പിക്കുന്നത്. എൻ്റെ മഹാഭാഗ്യമാണ്. ഞാൻ അവിടെ തന്നെ പോയി ടീച്ചറിൻ്റെ അടുത്ത് തന്നെ എനിക്ക് പോയി തുടങ്ങാൻ പറ്റിയത്. അത് എനിക്കൊരു ലൈഫായി മാറി അതെനിക്ക്. അപ്പോൾ അത് ഞാൻ ഒത്തിരി ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ ഞാനൊരു 5 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ഡാൻസ് നിർത്തിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അങ്ങോട്ട് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചറിൻ്റെ അടുത്ത്. ടീച്ചറിൻ്റെ അക്കാഡമി പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, ടീച്ചറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാറുണ്ട്. ടീച്ചർ തന്ന ഒരു നോളജാണ് ഇന്നും എന്നെ ഓരോ ദിവസവും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടീച്ചറിന് എങ്ങനെ ഒരു കുട്ടിക്ക് കല അല്ലെങ്കിൽ എന്താണെങ്കിലും, ഏത് ആർട്ട് ഫോം ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും ഒരു പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഒരു ഇൻസ്പിറേഷനും കൂടെ ആഡ് ചെയ്ത് പഠിപ്പിക്കുന്നത്, അത് ടീച്ചറിൻ്റെ ഒരു വല്ലാത്തൊരു കഴിവാണ്. അപ്പം ഐ എം സോ ഫോർച്ചുനേറ്റ് അങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയതെനിക്ക്. അവിടെ നിന്ന് ഒരുപാട് പ്രോഗ്രാം ടീച്ചറിൻ്റെ അടുത്ത് തന്നെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഐ സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ഹെർ. പിന്നെ ഇപ്പം അല്ലാതെ സ്വയം ആയിട്ട് ഒരു ഡാൻസ് പ്രൊഡക്ഷൻസ് ചെയ്യുന്നുണ്ട്, സോളോ കച്ചേരീസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം കലാപാഠശാല, ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഡാൻസറുമായിട്ടുള്ള ശ്രീ വിധുൻ കുമാറുമായിട്ട് ചേർന്നിട്ട് കലാപാഠശാല സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം സിറ്റി തന്നെ ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു കോൺവെർസേഷനകത്ത് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന ഒരു സമയം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും മനസ്സിനുള്ളിൽ ഡാൻസാണ്, നെക്സ്റ്റ് എന്ത് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഡാൻസ് പ്രൊഡക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഡാൻസ് ഇപ്പോഴും പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ലൈക്ക് പ്രൊഡക്ഷൻ ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും പെർഫോമൻസും ഒക്കെ ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ആക്ച്വലി ലൈക്ക് എനി അതർ പ്രൊഫഷൻ, ഡാൻസും ഒരു പ്രൊഫഷനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ബാക്കി ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം IT പ്രൊഫഷണൽസ്, അവർക്ക് ഭയങ്കര പണിയാണ് എന്നൊക്കെ പറയാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒത്തിരി ഹെക്ടിക് ജോലി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഡാൻസറിനും അത് പ്രൊഫഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ തൊട്ട് രാത്രി വരെ, അത് അതിൽ കൂടുതൽ ഒരു 24 hours ഈവൻ ഉറങ്ങുമ്പോഴും പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ചതും ഇനി ചെയ്യാൻ പോകുന്നതും ചെയ്തതിലുള്ള മിസ്റ്റേക്സും ഒക്കെ ആയിട്ടുള്ള റിവ്യൂവും ഒക്കെ തന്നെ ആയിട്ടാണ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ. എല്ലാ പ്രൊഫഷനും അത് ഡിമാൻഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ആണെങ്കിൽ നമുക്കത് കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലേ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്ന പോലെ അല്ല, ഒരു ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴത്തേക്കും വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പോൾ 24 മണിക്കൂർ മതിയാവില്ല ചിലപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുക. പിന്നെ ഇറ്റ്സ് വെരി ചാലഞ്ചിങ് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾവേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ടീച്ചർ. ഒരു ടീച്ചറിൻ്റെ മുന്നേ കളിക്കുന്ന പോലത്തെ ഒരു കംഫർട്ട് നമ്മൾ തന്നെ പെർഫോം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും ടീച്ചറിന് നമ്മുടെ കൂടെ വന്നിരിക്കാൻ പറ്റില്ല. പക്ഷേ ആ ജേർണിയിൽ നമ്മുടെ കൈ പിടിക്കാൻ ഒരു ലീഡിങ് പേഴ്സൺ ഉണ്ടെങ്കിൽ ഓൾവേസ് ദെർ ഇസ് എ കംഫർട്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ നമുക്ക് തന്നെ എടുത്ത് ചെയ്യേണ്ടി വരും. അങ്ങനെ പിന്നെ പ്രൊഡക്ഷൻ ആണെങ്കിൽ
പിന്നെ 24 മണിക്കൂർ പോലും മതിയാവാത്ത ഒരവസ്ഥയാണ്. കാരണം പുതിയ പുതിയ വർക്ക്സ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കണം, സബ്ജക്റ്റിനെ പറ്റി ആലോചിക്കണം, അത് എങ്ങനെ അതിനെ വിഷ്വലാക്കാം എന്ന് ആലോചിക്കണം, വിഷ്വൽ പോസിബിലിറ്റീസ് കണ്ടെത്തണം അതിൻ്റെ. പിന്നെ അതൊരു സ്ക്രിപ്റ്റായിട്ട് എഴുതണം. പിന്നെ മേ ബി ഒരു പുതിയ ലിറിക്സ് വേണമെങ്കിൽ ഒരു ലിറിക്സ് എഴുതുന്ന ആൾക്കാരോട്, തമിഴാണെങ്കിൽ തമിഴ്, സാൻസ്ക്രിറ്റ് ആണെങ്കിൽ സാൻസ്ക്രിറ്റ്, അല്ലെങ്കിൽ മലയാളം ആണെങ്കിൽ അങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം വേറെ ആർട്ടിസ്റ്റുകളും അതിൽ ഇൻവോൾവ്ഡ് ആണ്. അതേപോലെ തന്നെ പാട്ട്, അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് റെഡിയായി, ലിറിക്സും ഒക്കെ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അത് പാട്ട് കമ്പോസ് ചെയ്യുക, റിതമിക് പാർട്ട് കമ്പോസ് ചെയ്യുക. പിന്നെ അതിന് ശേഷം യൂഷ്വലി ഞാൻ ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ കോറിയോഗ്രാഫിയിലേക്ക് വന്നിട്ട് ആ കോറിയോഗ്രാഫി ചെയ്തിട്ട് വേണം അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്ന ഒരു ഔട്ട്പുട്ടാണ് സ്റ്റേജിൽ. അത് ഒരു വലിയൊരു ജോലിയാണ്. ജോലി എന്ന് പറയാൻ ഇഷ്ടമല്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓൾവേസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ അതാണ് പ്രൊഡക്ഷനെ പറ്റി പറയാനുണ്ടെങ്കിൽ. പിന്നെ ടീച്ചിങ്ങും അതേപോലെ നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പൊതുവേ ഞാൻ പഠിപ്പിക്കുമ്പോൾ എനിക്ക് കംഫർട്ട് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാനാണ്. ഞാൻ വളരെ ഡീപ്പായിട്ട് ഓരോ കുട്ടികളിലേക്കും അവരെ പ്രോബ്ലംസ് കണ്ട് മനസ്സിലാക്കി അവരെ മോൾഡ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നതിനെക്കാട്ടി. ഇപ്പോൾ എനിക്ക് പഠിപ്പിക്കുമ്പോഴും ഇപ്പോഴെനിക്കുള്ളത് സീനിയർ ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ആ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും അത്രയും എനർജി നമ്മുടെ ഭാഗത്തു നിന്നും ഇട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അടുത്തത് ഏത് ലെവലിലേക്ക് അവരെ കൊണ്ടുപോകും, അടുത്ത ഏത് ഐറ്റം പഠിപ്പിക്കാം, അവർക്ക് എന്താ അടുത്തത് വേണ്ടതെന്ന് ഓരോരുത്തരെയും പറ്റി ചിന്തിക്കാനും ഒക്കെ സമയം വേണം. അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ. ബട്ട് ഇറ്റ്സ് ഫൺ. ഓക്കെ, അപ്പം നമുക്ക് പ്രൊഡക്ഷൻ സാധനം അത് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രൊഡക്ഷൻ ഈസ് ഒരു എന്താ പറയുക, ഒരു വലിയ ടാസ്ക് തന്നെയാണ്. നമ്മളൊരു റെസ്പോൺസിബിൾ ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം ഉണ്ടാവൂലേ, എനിക്ക് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സാധനം എനിക്ക് എൻ്റേതായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഇപ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ ഒരു ബ്രദർ എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് ശ്രീ വിധുൻ കുമാർ. ഹീ ഈസ് ഓൾസോ ഫെൻറ്റാസ്റ്റിക് ഡാൻസർ. സോ ഞാനും വിധുനും കൂടെ ചേർന്നിട്ടാണ് ഇതുവരെയുള്ള 3 പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുള്ളത്, ഒരുമിച്ച് ഡുവറ്റ് പ്രൊഡക്ഷൻസ് ആയിട്ട്. ഒന്ന് കോവിഡ് സമയത്താണ് അതിനെപ്പറ്റി തലയിലൊരു സീഡ് വീണത്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജിൽ വരാൻ വേണ്ടിയിട്ട് ഒരു 1.5 വർഷത്തിൻ്റെ ഒരു അധ്വാനം അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. അന്തര എന്ന് പറഞ്ഞാണ് ആ പ്രൊഡക്ഷൻ്റെ പേര്. അത് ഏകദേശം ഒരു 30ഓളം സ്റ്റേജുകൾ ഓൾ ഓവർ ഇന്ത്യ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അത് റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടാണ് അതിൻ്റെ ഒരു വിഷയമുണ്ടായിരുന്നത്. ലൈക്ക് കോവിഡ് സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ വീടുകളിൽ ഒറ്റപ്പെട്ടിരുന്നപ്പോഴാണ് നമുക്ക് റിലേഷൻഷിപ്സിൻ്റെ ഒരു വാല്യൂ കൂടുതലായിട്ട് മനസ്സിലായത്. അപ്പോൾ യൂഷ്വലി ഒരു ട്രഡീഷണൽ റെപ്പറ്റോയർന്ന് മാറി പല റിലേഷൻഷിപ്സിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയ ഐറ്റംസ് സെറ്റ് ചെയ്ത് അത് കോറിയോഗ്രാഫ് ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യുന്നു. അതായിരുന്നു ഫസ്റ്റ് പ്രൊഡക്ഷൻ അന്തര. അപ്പോൾ അതിൻ്റെ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു ആദ്യത്തെ പീസ് എന്ന് പറയുന്നത് സോൾ ആൻഡ് സുപ്രീം. അപ്പോൾ എല്ലാവർക്കും ഒരു സുപ്രീം ഫോഴ്സിനോട് ഒരു സം കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ അങ്ങനെ ഒരു ഫസ്റ്റ് ഐറ്റം തുടങ്ങി. മെയിൻ പീസ് ഇറ്റ് വാസ് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഒരു ഫ്രണ്ട്സിനെ പറ്റി പറയുമ്പോൾ ഒരു ഫ്രണ്ടിനെങ്കിലും പേരോ അല്ലെങ്കിൽ മുഖമോ ഓർമ്മ വരാത്ത ആരുമില്ല. പക്ഷേ യൂഷ്വലി അത് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ് ക്ലാസിക്കൽ ഡാൻസിൽ. അപ്പോൾ അതായിരുന്നു മെയിൻ പീസായിട്ട് ചെയ്തത്. പിന്നെ പ്രേമി എന്ന് പറഞ്ഞിട്ട് ലവേഴ്സിനെ പറ്റിയിട്ട്, പിന്നെ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ശിവകുടുംബത്തിനെ പറ്റിയിട്ടൊരു പീസ്, പിന്നെ തില്ലാന വാസ് ഓൺ ഗുരു ആൻഡ് ശിഷ്യ, അതിന് യോഗ് എന്ന് പേരിട്ടിട്ടാണ് ചെയ്തത് ഒരു പ്രൊഡക്ഷൻ. അത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫസ്റ്റ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്തുകൊണ്ട് മോസ്റ്റ് ഫേവറേറ്റ് ഫോർ മീ ആൻഡ് വിധുൻ. അതിന് ശേഷം ഒരു 2 പ്രൊഡക്ഷൻസ് കൂടെ ചെയ്തിട്ടുണ്ട്. സ്വധ എന്ന് പറഞ്ഞിട്ട്, ദാറ്റ് വാസ് ഫോർ കോമൺ ഓഡിയൻസ്. യൂഷ്വലി ഇവിടെ കേരളത്തിൽ നമുക്ക് ആസ് എ ഡാൻസർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് കൂടുതലും ഈ ടെമ്പിൾ ഫെസ്റ്റിവൽസ് വരുമ്പോഴാണ് ഈസിലി നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക്
ചെയ്ത് ശീലിക്കാൻ അല്ലെങ്കിൽ ചെയ്ത് നോക്കാൻ ഒക്കെ ഉള്ള സാഹചര്യം കൂടുതൽ ടെമ്പിൾ ഫെസ്റ്റിവൽസിലാണ് വരുന്നത്. അപ്പോൾ സാധാരണ കോമൺ ഓഡിയൻസ് മേ ബി അവർ ദേ ആർ നോട്ട് യൂസ് ടു ക്ലാസിക്കൽ ആർട്ട് ഫോംസ്. അപ്പം ചില ആൾക്കാരെങ്കിലും ഭരതനാട്യം ഞങ്ങൾക്കൊന്ന് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നത് വെറും തെറ്റിദ്ധാരണയാണ്. മേ ബി ഒരു പ്രോപ്പർ ഒരു എക്സ്പ്ലനേഷനോട് കൂടി അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും. ബിക്കോസ് ദേ ആർ ഓൾസോ ആസ് രസികാസ്. അവരുടെ ഇൻപുട്ടും ഡാൻസിൽ ഇറ്റ്സ് വാല്യൂബിൾ, സോ വാല്യൂബിൾ. രസികാസ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൈൻഡായിരുന്നു സ്വധ എന്ന് പറഞ്ഞിട്ട്. ഫോർ ടെമ്പിൾ ഓഡിയൻസ് അങ്ങനത്തെ ഒരു ഐറ്റംസും അങ്ങനത്തെ ഒരു രീതിയായിരുന്നു സ്വധ. മൂന്നാമത്തെ പ്രൊഡക്ഷൻ ആനന്ദം അച്യുതം എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷനാണ്. ഫുൾ ലോർഡ് വിഷ്ണുവിനെ പറ്റിയിട്ടുള്ള കൃതികളാണ് ചെയ്തത്. അത് ലാസ്റ്റ് സൂര്യ ഫെസ്റ്റിവലിലാണ് അത് ചെയ്തത്. ഒരു ഡ്രീം പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി ഇപ്പോൾ എനിക്ക് പറയാൻ അറിയില്ല. കാരണം ചിലപ്പോൾ നമുക്ക് പെട്ടെന്നായിരിക്കും ഒരു സ്പാർക്ക് വരുന്നത്. നമുക്ക് അത് എപ്പോൾ വരും, എന്തിനെ പറ്റിയായിരിക്കും എന്ന് പറയാൻ ഇല്ല. മേ ബി ഐ എം സ്റ്റിൽ സെർച്ചിങ് ഫോർ ഇറ്റ്, എന്തായിരിക്കും അതെന്ന്. പക്ഷേ ഐ ലൈക്ക് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ന്യൂ ഐഡിയാസ്, ന്യൂ തീംസ്. എങ്ങനെ വരുന്ന അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇപ്പോൾ ഡ്രീം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല, അങ്ങനെ ചെയ്യണമെന്ന് വന്നിട്ടില്ല. ലൈക്ക് ആ ഓൺ ദ പ്രോസസ്സിൽ നമുക്ക് പെട്ടെന്നൊരു സ്പാർക്ക് വരുന്നതാണ്. അതിനെപ്പറ്റി ചെയ്യണം. ഈ 3 പ്രൊഡക്ഷൻസും അങ്ങനെ തന്നെയാണ് ഹാപ്പൻ ചെയ്തത്. അപ്പോൾ ഐ എം വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ്. ഓക്കെ. നല്ല ബ്യൂട്ടിഫുൾ ഡാൻസറാണ്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ഡാൻസറാണ്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നല്ല പോലെയുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഡെഫിനറ്റ്ലി നമ്മൾ എന്താ പറയുക ക്ലിപ്സും ഇതൊക്കെ കാണുമായിരിക്കും. ബട്ട് ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ നമുക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. യൂഷ്വലി എന്താ പറ്റുന്നറിയോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വിഷ്വൽ ആർട്ട് ഫോം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒത്തിരി ക്യാരക്ടേഴ്സിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സ് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഡാൻസേഴ്സ്, ആക്ടേഴ്സ്, എല്ലാവരും അങ്ങനത്തെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പെട്ടെന്ന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ്സ് നോട്ട് ഈസി. ലൈക്ക് സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്ന പോലെ ക്യാമറയിൽ ലൈക്ക് നൗ ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ ഇറ്റ് ആക്ച്വലി. പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാം, കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് മോർ ഫൺ ടു ആക്ട് ലൈക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിട്ട്, ലൈക്ക് ദാറ്റ് ക്യാരക്ടർ. ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണോ? ഒരു 1-2 മുദ്ര കാണിച്ചാൽ നല്ലതായിരിക്കും. പാട്ട് പാടാതെ കാണിക്കാം. ഓക്കെ, മനസ്സിലാവോ? നമുക്ക് നോക്കാം. ശ്രീകൃഷ്ണൻ വിളിക്കുന്നതാണോ? കൃഷ്ണ നീ വേഗനെ ബാരോ. ഓക്കെ, നൈസ്. ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും സംസാരിക്കുന്ന സമയത്തില്ലേ ഐബ്രോസ്, കണ്ണ്, ഈവൻ കൈ പോലും ചില സമയത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഡാൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ആയത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ എന്താ പറയുക കാണുമ്പം കുറച്ചുകൂടെ അവർക്ക് ഈസി ആയിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഓരോ സംസാരത്തിലും ഐബ്രോസ് ഒക്കെ മൂവ് ആകുന്നത്. യൂഷ്വലി പുറത്ത് ഞാൻ മാത്രമല്ല, ഡാൻസ് പഠിക്കുന്ന ഒട്ടുമിക്ക എല്ലാവരും പുറത്ത് പോകുമ്പോഴത്തേക്ക് അവരെ നോർമലി ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട് ഡാൻസ് പഠിക്കുന്നുണ്ടല്ലേ. കാരണം എന്ന് വെച്ചാൽ വി ആർ ട്രെയിൻഡ് ലൈക്ക് ദാറ്റ്. കാരണം നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പം കൈ പോകുമ്പോൾ നമുക്കറിയാതെ ഫേസ് കണ്ണു പോവുക, അങ്ങനെ കുറേ വർഷമായിട്ട് ഇപ്പം വി ആർ ട്രെയിൻഡ് ലൈക്ക് ദാറ്റ് അല്ലേ. കൈ പോകുന്ന സ്ഥലത്ത് കണ്ണു പോയ സ്ഥലത്ത് നമ്മുടെ മനസ്സ് പോയി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ട്രെയിനിങ്. അപ്പം നോർമൽ ലൈഫിലും അത് വരും. കാരണം ഈ ബോഡിയാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ട്യൂൺ ചെയ്യും തോറും അത് എപ്പോഴും ട്യൂൺഡായിട്ടിരിക്കും. അപ്പോൾ സ്റ്റേജിൽ മാത്രമല്ല പുറത്തും ചിലപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ അത് സ്വാഭാവികം. ഒരുപാട് മിക്കവാറും എല്ലാ ഡാൻസേഴ്സിനും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും.
അപ്പോൾ ഡാൻസിനെ എന്താ പറയുക ഒരു ജീവവായു പോലെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. ഇപ്പം നമ്മുടെ കലോത്സവമാകട്ടെ, അല്ലാതെ തന്നെ സ്കൂളിലും കോളേജിലും ഈവൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒക്കെ ക്ലാസിക്കലും വെസ്റ്റേണും ഒക്കെ ആയിട്ട് ഒത്തിരി കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. എന്താണ് ഈ നമ്മൾ നോർമലി കളിക്കുന്ന ഡാൻസ് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതും കോമ്പറ്റീഷനായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉമാ മാം കാണുന്നത് എങ്ങനെയാണ് അതിന്? എന്നെ സംബന്ധിച്ച് എൻ്റെ ടീച്ചർ എന്നെ ഒരിക്കലും കോമ്പറ്റീഷന് പോകാൻ വേണ്ടി ഫോഴ്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള ഐഡിയയിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു സന്ദർഭത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു തന്നത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട്. കാരണം ഈ കല എന്ന് പറയുന്നത് കോമ്പറ്റീഷനുള്ള ഒരു കാര്യമല്ല എന്ന്. കാരണം അതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ ഒരു 10 മിനിറ്റ് ആക്കി കോമ്പറ്റ് ചെയ്ത് ഓക്കെ ആർക്ക് ഫസ്റ്റ് അല്ല ആർക്ക് സെക്കൻഡ് എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. പോരാത്തതിന് ഓരോ കുട്ടികളും ബ്ലൂം ചെയ്യുന്ന ഒരു ടൈം വ്യത്യാസമായിരിക്കും. ഒരു കുട്ടിക്ക് 1 മാസം മതിയെങ്കിൽ ഒരു കുട്ടിക്ക് 1 വർഷം വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതൊരു ജഡ്ജ്മെൻ്റലായിട്ട് അത് കാണാമോ എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല കോമ്പറ്റീഷൻസിൽ. എനിക്ക് അഡ്വാൻറ്റേജായി പോവാത്തത് കൊണ്ട് തോന്നിയത് എന്തെന്ന് വെച്ചാൽ, എനിക്കൊരു സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടൊരു ആർട്ട് ഫോം പഠിക്കാൻ പറ്റിയത് കൊണ്ട് ഐ ലവ് ഇറ്റ്. എനിക്കൊരു പ്രഷർ ഉണ്ടായിട്ടില്ല ഒരിക്കലും. അപ്പോഴാണ് എനിക്കത് ജീവിതത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ കൂടെ കൂട്ടാൻ പറ്റുന്നത്. കാരണം എനിക്ക് ആ ഫ്രണ്ടിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇത് തന്നെ ഫസ്റ്റ് തന്നെ മേടിക്കണം അല്ലെങ്കിൽ അത് ചെയ്തില്ലേ പറ്റില്ല അയാൾ എന്നെക്കാട്ടും നന്നായി ചെയ്യും അങ്ങനെയൊന്നും എനിക്കൊന്നും തോന്നി. ഞാൻ ഹാപ്പിയാണ് വിത്ത് മൈ ഫ്രണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുട്ടികളിലും അത് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് എന്ന്. പിന്നെ അത് മാത്രമാണ് ഇപ്പോൾ യൂഷ്വലി കോമ്പറ്റീഷന് പോകുമ്പോൾ ഇപ്പോൾ എൻ്റെയും കുറച്ച് സ്റ്റുഡൻസ് പോയിട്ട് വന്നവരുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കോമ്പറ്റീഷന് പോകുമ്പോൾ ആ മൈൻഡ് സെറ്റിൽ പോകുമ്പോൾ യൂഷ്വലി എല്ലാവരുടെയും വിചാരം കോമ്പറ്റീഷനാണ് ഡാൻസ് പഠിക്കുന്നു, കോമ്പറ്റീഷന് പോകുന്നു, പ്രൈസ് കിട്ടിയാൽ യു ആർ ഗുഡ്, പ്രൈസ് കിട്ടിയില്ലെങ്കിൽ യു ആർ ബാഡ്, പോയില്ലെങ്കിൽ പിന്നെ കളിക്കാനേ അറിയില്ല അങ്ങനെ. പക്ഷേ പിന്നെ ഈ ഒരു +1 +2 ലെവൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോളേജ് വരെ കോമ്പറ്റീഷന് പോകുന്ന കുട്ടികളിൽ പിന്നെയും അത് പ്രൊഫഷണലി ഫസ്റ്റ് വാങ്ങിക്കുന്ന കുട്ടികൾ പിന്നെ അത് പ്രൊഫഷനായിട്ട് എടുക്കുന്ന എത്ര പേരുണ്ടാവും? വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ഒരു 100 പേരെങ്കിലും 100 അതിൽ കൂടുതൽ പേരോ കോമ്പറ്റീഷന് വേണ്ടി പഠിച്ച് 1 വർഷം പഠിക്കുന്ന കുട്ടികളിൽ എത്ര പേര് കോളേജ് വരെ അത് സസ്റ്റെയിൻ ചെയ്യും? എത്ര പേര് കോളേജ് കഴിഞ്ഞാലും അതിനെ ഒരു മെയിൻ പ്രൊഫഷനായിട്ട് എടുക്കും? വളരെ കുറച്ചേ ഉള്ളൂ. ലൈക്ക് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ സബ്ജക്റ്റ് പഠിക്കുന്നില്ല. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈ ഡാൻസിനെ വെച്ച് ഞാൻ എന്ത് ചെയ്യും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കോമ്പറ്റീഷന് പോവാം, ഇറ്റ്സ് ഗുഡ്, ഒരു വേദി കിട്ടും, അപ്പോൾ എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു വേദി കിട്ടും, ഇറ്റ്സ് നൈസ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ആ ആർട്ട് ഫോമിനെയും കൂടെ തറവായിട്ട് പഠിക്കണം. ഇപ്പോൾ കോമ്പറ്റീഷന് പോകാത്തത് കൊണ്ടൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ വളരെ യങ് ആയിട്ടുള്ള ഏജിൽ ഇപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു 10th സ്റ്റാൻഡേർഡോ +1 +2 പഠിക്കുന്ന ടൈമിലോ നമ്മുടെ ഒപ്പമുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പം എന്താ പറയുക യുവജനോത്സവം ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് എപ്പോഴെങ്കിലും എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടില്ല? എന്താണെന്നറിയോ, ഇവരെല്ലാം ഈ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതിന് പോയിട്ട് എനിക്ക് വന്നില്ലല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചിട്ടേ ഉള്ളൂ. കാരണം അത് മേ ബി അത് കമ്പൽ ചെയ്യുന്ന ഒരു പാരൻറ്റോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ ഉണ്ടെങ്കിൽ ഞാനും അതിനകത്ത് പെട്ടുപോയേനെ. കാരണം യൂത്ത് ഫെസ്റ്റിവലിന് പോയ ആരെങ്കിലും ഒരു സമാധാനത്തോടു കൂടി അവസാനം വരെ ഇരിക്കുന്ന ഒരു ഇപ്പം ഇന്നത്തെ കാലത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അന്നൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ ഏരിയയാണ്. ആ സ്കൂളിന് കിട്ടുമോ, ഈ സ്കൂളിന് കിട്ടുമോ, അയാൾ നന്നായി, ഈ സ്കൂളിൽ നിന്നേ തുടങ്ങും കോമ്പറ്റീഷൻ. സ്കൂളിൽ തന്നെ ആര് സ്കൂളിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്ത് പോവും, അപ്പം തൊട്ടേ ടെൻഷനാണ്. അപ്പം തൊട്ട് തന്നെ മേ ബി എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി ഡാൻസ് കളിക്കുമെങ്കിൽ ഞാൻ അതുമായിട്ട് മിണ്ടില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സമാധാനിച്ചിട്ടേ ഉള്ളൂ, എനിക്കത് പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാൻസ് മാറ്റിവെച്ച് കഴിഞ്ഞാലുള്ള ഒരു ഉമ എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും വളരെ എന്താ പറയുക ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഒരാൾക്ക് 6 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഫാമിലിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഫാമിലി, വേറെ ഒരു ആക്ടിവിറ്റി എനിക്കില്ല ഇപ്പോൾ.
മൂത്ത മോനാണ്, ഹിസ് നെയിം ഇസ് കാളിദാസ്, അവന് 6 വയസ്സാണ്. രണ്ടാമത്തെ ആൾ രുദ്രാക്ഷ്, അവന് 6 മാസമാണ്. അപ്പോൾ ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആണ് ഫാമിലിയിൽ. പിന്നെ ഫാമിലിയുടെ സൂപ്പർ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഡാൻസിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്. അവരുടെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇന്നും ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞിനെ നോക്കാൻ അവരെല്ലാവരും കൂടെ നിന്ന് ഇപ്പോൾ കുഞ്ഞിനെ നോക്കുകയാണ്. ദാറ്റ്സ് വൈ ഐ എം സിറ്റിംഗ് ഹിയർ ആൻഡ് ടോക്കിംഗ്. അപ്പോൾ ഹസ്ബൻഡ് പ്രശാന്ത് ഒരു IT ബേസ്ഡ് ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാണ്. IIT ഖരഗ്പൂരിലാണ് പഠിച്ച് വന്നത്. ബാംഗ്ലൂരിലായിരുന്നു 8 വർഷം. ഞങ്ങൾ എല്ലാവരും ബാംഗ്ലൂരായിരുന്നു 8 വർഷം. ഇപ്പോൾ എല്ലാവരും സെറ്റിൽ ബാക്ക് ഇൻ ട്രിവാൻഡ്രം. എൻ്റെ ഡാൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് നൈസ് നോ ടു ഹാവ് സച്ച് എ ഗുഡ് ഫാമിലി. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ അതേപോലെ സപ്പോർട്ടിങ് ആണ്, ഈവൻ എൻ്റെ കുട്ടികളും. അപ്പോൾ മക്കളെ എന്തായാലും ഡാൻസ് പഠിപ്പിക്കാൻ പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? മൂത്താൾക്ക് 6 വയസ്സായി. ഡാൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? അവന് ഞാൻ ഡാൻസ് കമ്പൽ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ബോയ്സ് ആണ്, അവരുടെ ഐഡിയ ചിലപ്പോൾ ഡാൻസ് കളിക്കുമോ എന്നൊക്കെ, ബോയ്സ് ഡാൻസ് കളിക്കുമോ അമ്മ എന്നൊക്കെ ചോദിച്ച് വരും. ഞാൻ കമ്പൽ ചെയ്തിട്ടില്ല. ഇപ്പം എന്താ വെച്ചാൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ വന്നിരുന്ന് കണ്ട് ഒന്ന് പഠിച്ചിട്ട് അത് കളിക്കാൻ ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന മൈ കോ ഡാൻസർ, ഹീസ് മൈ ബ്രദർ വിധുനെ കണ്ട് അപ്പം ബോയ്സിന് കളിക്കാം. കുഞ്ഞുനാൾ മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പം ഡാൻസിലാണ് മാസ്റ്റേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പോൾ ആ എഡ്യൂക്കേഷൻ സൈഡ് ഒന്ന് പറയാമോ? കുഞ്ഞിലെ എൻ്റെ ടീച്ചർ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വളരെ ഭാഗ്യമായിട്ടുള്ള മൈഥിലി ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുന്ന എനിക്ക് ഒരു മദറിനെ പോലെ. എൻ്റെ ആ വീട് എന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീട് പോലെ. അപ്പോൾ ടീച്ചറും ഇപ്പം ടീച്ചറാണെങ്കിലും പാരൻസിനാണെങ്കിലും ഡാൻസിനെ എങ്ങനെയോ സപ്പോർട്ട് ചെയ്യുമോ അതേപോലെ തന്നെ അക്കാഡമിക്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അതും അതേപോലെ കൊണ്ടുപോകേണ്ടതാണ്. അല്ല പിന്നെ നീ ഡാൻസ് മാത്രം കളിച്ചാൽ ഇത് അങ്ങനെയില്ല. ഈവൻ ടീച്ചറും അത് ചോദിക്കും, നീ നാളത്തെ പരീക്ഷയ്ക്ക് പഠിച്ചോ? അപ്പോൾ ടീച്ചർ ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞാൽ ടീച്ചർ ഓക്കെ ഇന്നത്തെ ക്ലാസ് കുഴപ്പമില്ല, നീ പോയി പഠിച്ചു. അങ്ങനെ ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന, വളരെയധികം സപ്പോർട്ട് ചെയ്ത് കുട്ടികളുടെ ഒരു വളരെ കംഫർട്ട് നോക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് ചേരാൻ പറ്റിയത്. അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ പഠിച്ചപ്പോഴും ഈവൻ ഒരു 10th സ്റ്റാൻഡേർഡൊക്കെ ആകുമ്പോഴാണ് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് കുട്ടികൾ അയ്യോ 10ലാണ് നമുക്ക് പിന്നെ പഠിച്ചാൽ പറ്റില്ല. പക്ഷേ എൻ്റെ പാരൻസ് ആണെങ്കിലും ടീച്ചറാണെങ്കിലും അവരുടെ സപ്പോർട്ട് കാരണം എനിക്ക് 10th ആണെങ്കിലും 12th ആണെങ്കിലും കോളേജ് ആണെങ്കിലും ഈവൻ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ട് എനിക്കത് നിർത്തേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈവൻ 10ാം ക്ലാസ്സിൻ്റെ തന്നെ മോഡലല്ല മെയിൻ ബോർഡ് എക്സാമിൻ്റെ ഒക്കെ തലേദിവസം ഒക്കെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആക്ച്വലി അത് വളരെ ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്നതാണ് ഫോർ മീ, ഫോർ എനിബഡി ഹൂ ഇസ് ഇൻ ടു ആർട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ക്ലിയർ ആയിരിക്കും, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ 10th നിർത്തിയിട്ടില്ല, +2 നിർത്തിയിട്ടില്ല. കോളേജിൽ BSc ഫിസിക്സ് ആണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി MA ഇൻ ഭരതനാട്യമാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇപ്പം കുഞ്ഞുണ്ട്, 6 months ആയി. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നത് എങ്ങനെയാണ്? ലൈക്ക് മേ ബി ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ കുറേ പേര് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് പോകും, കാരണം കുഞ്ഞിനെ നോക്കണം അല്ലെങ്കിൽ ഫാമിലി എന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഇപ്പോൾ ഡാൻസ് അല്ലേ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ചെയ്യാൻ തന്നെ ഒരു ബ്രേക്ക് എടുക്കും. ആ ബ്രേക്ക് തന്നെ അവർ കണ്ടിന്യൂ ചെയ്തു പോകാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്തെ കുഞ്ഞായി എന്നിട്ട് പോലും ഒരു വലിയ ബ്രേക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. മേ ബി ആ ലാസ്റ്റ് ഒരു ട്രൈമസ്റ്ററിലൊക്കെ ഉണ്ടായ ഒരു ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു ബ്രേക്ക് എങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ് തിരിച്ച് അതേപോലെ എത്തി? ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കുഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തു. കാരണം ആദ്യത്തെ ഒരു കുഞ്ഞെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. അപ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ബാംഗ്ലൂരും കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പം ബാംഗ്ലൂർ ആയപ്പോൾ എനിക്ക് ഫുൾ ഇപ്പം ഹസ്ബൻഡ് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ അവനെ നോക്കിയിരുന്നേ പറ്റുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ നോക്കി. പക്ഷേ ലൈക്ക് ഞാൻ പ്രോഗ്രാംസ് കാണാൻ പോലുണ്ടായിരുന്നു. ആ സമയത്താണ് കോവിഡൊക്കെ വന്നത്. അപ്പോൾ എല്ലാവർക്കും എനിവേ ഇറ്റ് വാസ് എ ബ്രേക്ക്. അപ്പോൾ ആ സമയത്ത് ഓൺലൈൻ ടീച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ കമ്മിങ് ബാക്ക് ഇറ്റ്സ് റിയലി ഹാർഡ്. ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടി അത് തിരിച്ച് എടുക്കാൻ. കാരണം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ്. നമ്മൾക്ക് അയ്യോ ഇന്ന് വേണ്ട, ഇന്ന് കാല് കഴിക്കും കൈ കഴിക്കും വേണ്ട. പക്ഷേ
അതാണ് ആർട്ട്. ആ ആർട്ട് ഇറ്റ്സ് സോ ഡിവൈൻ, നമുക്കത് മിസ് ചെയ്യും. അപ്പോൾ വി ഓട്ടോമാറ്റിക്കലി ഗെറ്റ് അപ്പ് ആൻഡ് വി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ഡാൻസിങ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളല്ലാത്ത പോലത്തെ ഒരു ഫീൽ വരും. ഞാനിങ്ങനെ അല്ലല്ലോ, ഇത് ഞാനല്ലല്ലോ, ഐ എം എ ഡാൻസർ എന്നൊരു തോന്നൽ വരും. അപ്പോൾ നമുക്ക് കളിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രേക്ക് എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ബ്രേക്ക് എടുത്തിട്ട് തിരിച്ച് വരാൻ വെയിറ്റ് ചെയ്ത് കുറേ അയ്യോ അത് ചെയ്യാം, ഇത് ചെയ്തിട്ട് ചെയ്യാം, അത് ചെയ്തിട്ട് ചെയ്യാം എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. നിങ്ങളത് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവ്രിതിങ് വിൽ കം ടു പ്ലേസ്. സോ അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. ഇപ്പം ഒരു ബ്രേക്ക് എടുത്ത കാര്യവും അതിൽ നിന്ന് എങ്ങനെ തിരിച്ച് പഴയ ഒരു ഇതിലേക്ക് എത്തിയതും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് കുറേ അധികം സ്ത്രീകൾ കാണുന്ന ഒരു പ്രോഗ്രാം കൂടെയാണ് നമ്മുടെ ഈ ഒരു വിമൻ ഓൺ ദി മൂവ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചെറിയ അഡ്വൈസോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മെസ്സേജോ പറയാമോ? അഡ്വൈസ് എന്ന് ഞാൻ പറയില്ല, മേ ബി എൻ്റെ ഒരു തോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതല്ല. കാരണം ഈ കൂടുതലായിട്ട് എൻ്റെ സ്റ്റുഡൻസ് എല്ലാം കുറച്ച് വലിയ കുട്ടികൾ, ഇപ്പോൾ എന്നെയും കാട്ടി സീനിയർ, ഏജ് വൈസ് സീനിയർ ആയിട്ടുള്ളവരാണ് എൻ്റെ സ്റ്റുഡൻസ്. എല്ലാവരിലും പൊതുവേ കണ്ടുവരുന്നതാണ് ചില ആൾക്കാർക്കെങ്കിലും ഡാൻസ് പഠിക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. കുഞ്ഞിലേ എനിക്ക് ഒരുപാട് പേര് എന്നെ മീറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് എനിക്ക് കുഞ്ഞിലേ ഭയങ്കര ആഗ്രഹമാണ് ഡാൻസ് പഠിക്കാൻ, പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. യു ഹാവ് ടു ജസ്റ്റ് സ്റ്റാർട്ട്. ഏജ് ഇസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. ഒരുപാട് പേരുണ്ട്, ഒത്തിരി. ഇപ്പോൾ എൻ്റെ സ്കൂൾ ക്ലാസ്സിൽ തന്നെ സ്റ്റുഡൻസ് ഉണ്ട് ഹു ആർ 60 years, ദേ ആർ 55 years, അങ്ങനെയൊക്കെ. ദേ ഡാൻസ് ബ്യൂട്ടിഫുള്ളി. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഡാൻസിൻ്റെ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ മനസ്സിൽ നമുക്ക് ഡാൻസ് കളിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് എത്ര വേണ്ടാന്ന് വെച്ചാലും അത് പോവില്ല, ഒരിക്കലും അത് മാറില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, ഞാൻ കേൾക്കുന്ന എക്സ്പീരിയൻസിൽ നിന്ന്, ഇപ്പോൾ 40 വയസ്സായിക്കോട്ടെ, 50 വയസ്സായിട്ട്, 60, അയ്യോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കളിക്കണം, ഒരു ധൈര്യമായിട്ട് യു ഹാവ് ടു ഫൈൻഡ് യുവർ ടീച്ചർ ആൻഡ് യു ഹാവ് ടു സ്റ്റാർട്ട്. അപ്പോൾ യു വിൽ ഫീൽ ഹാപ്പി. അപ്പോൾ ഈ ഒരു ആർട്ട് ഫോം, എസ്പെഷ്യലി എനി ആർട്ട് ഫോം, എനി ക്ലാസിക്കൽ ആർട്ട് ഫോം, നമ്മളെ ഒരു ബെറ്റർ ഹ്യൂമൻ ആക്കാനാണ് അതിൻ്റെ മോട്ടീവ്. നമ്മുടെ സാധാരണ ഒരു ലൈഫിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു എലിവേഷൻ ഒരു ചെറിയ ലെവലിൽ ഉണ്ടാവാം എന്ന്, അതാണ് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് വേണ്ടത് അതാണെന്നുകൊണ്ട് നിങ്ങൾക്ക് അത് വേണം തോന്നുന്നത്. യു ഹാവ് ടു ഡു ഇറ്റ്. കാരണം ഇപ്പോൾ ഇഷ്ടം പോലെ ചെയ്യാതിരിക്കുന്നവർ വിചാരിക്കണം, ഇപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നതിൽ കുറേ പേരെങ്കിലും അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് വന്നപ്പോൾ ഓൺലൈൻ, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ വലുതായതിനു ശേഷം, ജോലി കിട്ടിയതിന് ശേഷം പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ദേ ആർ സക്സസ്ഫുൾ. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാതിരിക്കുന്ന, വളരെ ആഗ്രഹത്തോടിരിക്കുന്ന ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ആരാണ് ഡാൻസ് ടീച്ചർ എന്ന് നോക്കുക, ഫോൺ എടുക്കുക, കറക്കുക, വിളിക്കുക. എന്നിട്ട് പ്ലീസ് ബി വിത്ത് യുവർ പാഷൻ. അങ്ങനെ ആ പാഷന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം ഡെഫിനറ്റ്ലി മാറ്റിവെക്കണം. ഓക്കെ, സോ അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് ഉമാ ഗോവിന്ദ്, ഒരു അടിപൊളി ഡാൻസർ, നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളോടൊപ്പം വിമൻ ഓൺ ദ മൂവിലേക്ക് എത്തിയതിന് നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇന്ന് നമ്മളോടൊപ്പം വിമൻ ഓൺ ദ മൂവിൽ ഉണ്ടായിരുന്നത് ഉമാ ഗോവിന്ദ്, ഒരു അടിപൊളി ഡാൻസർ ആയിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. അപ്പം ഇതുപോലെ മറ്റൊരു ഗസ്റ്റുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ ഷെജീന സൈനിങ് ഓഫ്.